ആറ്റുകാൽ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് അന്നദാനം നടക്കുക. പ്രേക്ഷകർക്ക് കാണാം. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ, അന്നദാനം ആരംഭിച്ചോ രാവിലെ തന്നെ? അരുൺ, അന്നദാനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപി എംപിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ അന്നദാനം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എംപി നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ക്ഷേത്രത്തിൽ അല്പസമയം മുമ്പാണ് എത്തിയത്. ഈ കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ ഈ അന്നദാനം നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, എംപി ഓരോരുത്തർക്കായി ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിലവിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ അല്പസമയം മുമ്പാണ് അദ്ദേഹം എത്തിയത്. ഓരോ ദിവസവും ഓരോരുത്തരുടെ ഇതിലാണ് അന്നദാനം നൽകിക്കൊണ്ടിരുന്നത്. അതിന്റെ ഇന്ന് എംപിയുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഭക്തർക്ക് ഈ അന്നം ചോറ് വിളമ്പിക്കൊടുക്കുന്ന കാഴ്ചയാണ് ഏതായാലും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. കുടുംബസമേതമാണ് അദ്ദേഹം ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി ദർശനം കഴിഞ്ഞ് പിന്നാലെ തന്നെ ഇവിടെ ഈ അന്നദാനത്തിനായി എത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഫാമിലി അടക്കം ഇവിടെയുണ്ട്. നമുക്ക് ഇവരുടെ അടക്കം പ്രതികരണം തേടേണ്ടതുണ്ട്. സുരേഷ് ഗോപിയുടെ ഭാര്യയും നർത്തകിയുമായ രാധികയാണ് കൂടെയുള്ളത്. ചേച്ചി എപ്പോഴും പൊങ്കാലയിടുന്ന ആളാണ്. ഇങ്ങനെയുണ്ട്, ഇപ്പൊ നല്ല തിരക്കാണ്. എങ്ങനെയാണ് തിരക്ക്? എന്നും തിരക്കാണല്ലോ ഇവിടെ. ദർശനം കഴിഞ്ഞു? എന്തോ ദർശനം ഇല്ല ഇനി പോകാൻ പോകുന്നു. അന്നദാനം ഇന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുള്ളൂ. സാധാരണ രീതിയിൽ വീട്ടിലാണ് പൊങ്കാലയിടാറ്? വീട്ടില് കുറച്ച് വർഷമായിട്ട് വീട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവര് കുടുംബസമേതമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ അന്നദാനം നൽകിയതിനു ശേഷം അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തി സന്ദർശിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പൊങ്കാലയ്ക്കൊക്കെ തന്നെയും ഈ വീട്ടിലാണ് ഇവർ ഈ പൊങ്കാല ഇടാറ്. നമ്മൾ അങ്ങോട്ടൊക്കെ പോകാറുമുണ്ട്. ഇനി അരുൺ, ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇപ്പോഴും വലിയ തിരക്കാണ് കാണാൻ കഴിയുന്നത്. ഈ ഹാളിൽ തന്നെ, അതായത് ഭക്ഷണം നൽകുന്ന ഈ ഹാളിൽ തന്നെ വലിയ തിരക്കാണ് കാണാൻ കഴിയുന്നത്. മറുവശത്തും വലിയൊരു തിരക്ക് തന്നെ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇവിടെ ഗായകൻ ജി വേണുഗോപാൽ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജി വേണുഗോപാൽ അടക്കമുള്ളവർ ഇപ്പോൾ പാചകം, ഈ ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇതാ നിരവധി ആളുകളെ കാണാം. അങ്ങനെ നിരവധി സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ തന്നെയും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയും. ഒരു വശത്ത് സുരേഷ് ഗോപി MP ചോറ് വിളമ്പുന്നുണ്ട്, മറുവശത്ത് ഗായകൻ ജി വേണുഗോപാൽ കറികൾ വിളമ്പുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായി ഇവിടെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വലിയൊരു തിരക്ക് തന്നെയാണ് കാണുന്നത്. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ, ഓരോരുത്തർക്കും ഭക്ഷണം കൃത്യമായി തന്നെ നൽകാനായി അത്തരത്തിൽ ക്യൂ സംവിധാനങ്ങൾ അടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താ, ജി വേണുഗോപാൽ കൂടിയുണ്ട്. വിളമ്പുന്ന തിരക്കാണെങ്കിലും നല്ല തിരക്കാണല്ലേ? നല്ല തിരക്കാണ്. ദർശനം കഴിഞ്ഞോ? ഇല്ല, ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും. ഭക്ഷണമൊക്കെ അതല്ലേ, വിശക്കുന്നവന്റെ മുന്നിൽ അന്നം ദൈവമായി അവതരിക്കുന്നു. അതാണ്, അത്രേ ഉള്ളൂ. സാധാരണ എല്ലാ പ്രാവശ്യവും ഇതൊരു മീഡിയം, അത്രേ ഉള്ളൂ. എപ്പോഴും ക്ഷേത്രത്തിൽ വരുന്ന ഒരാളായിരിക്കും. അതെ, ഓൾവേസ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നോക്കുമ്പോൾ തിരക്ക് കൂടിയതായി തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും തിരക്ക് കൂടുന്നു. ഏതായാലും ഇതാ നമുക്ക് ഇവിടെ എത്തിയാൽ അരുൺ കാണാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. ഓരോരുത്തരായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്നദാനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജി വേണുഗോപാൽ പറഞ്ഞതുപോലെ അന്നം തന്നെ ഏറ്റവും ദൈവം എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരായി ഇതാ ഇവിടേക്ക് ഈ ഭക്ഷണശാലയിലേക്ക് എത്തുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. ശരി സുനിഷ, എന്തായാലും തിരക്ക് കൂടുന്നുണ്ട് ആറ്റുകാലിൽ. ഇപ്പോൾ സുരേഷ് ഗോപിയും ജി വേണുഗോപാലും അടക്കമുള്ളവർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ ആറ്റുകാലിലെ ഈ ഓഡിറ്റോറിയത്തിലുണ്ട്.